ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാടിൽ നിന്ന് പിന്മാറാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുവെന്ന് സൂചന. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിനായി വെർച്വൽ ക്യൂ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കുമെന്നും 500 വിദേശ പ്രതിനിധികൾ അടക്കം 3000 ആളുകളെ പങ്കെടുപ്പിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ വാദിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തും മുമ്പ് നിലപാട് തിരുത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ആ ആചാരാനുഷ്ഠാനങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും. ഒപ്പം തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. അതേസമയം കോൺഗ്രസ് എതിർപ്പ് തുടരുകയാണ്. ഭൂരിപക്ഷ വർഗീയത മുതൽക്കൂട്ടാക്കാനാണ് CPIM ശ്രമമെന്ന് അടൂർ പ്രകാശ്. ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ മുതൽക്കൂട്ടാം എന്ന് ശ്രമിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല കാര്യമാണെങ്കിൽ എതിർക്കേണ്ടെന്ന് മുസ്ലിം ലീഗ്. നമുക്ക് അതന്നെ നമ്മളിപ്പോൾ അതിലൊരു അഭിപ്രായം പറയണ്ടല്ലോ. നല്ല കാര്യം ആണെങ്കിൽ ഗവൺമെൻറ് ആണെന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യപ്പ സംഗമത്തിൽ BJPക്ക് വിയോജിപ്പില്ലെന്നും യുവതീ പ്രവേശനത്തിൽ നേരത്തെയുള്ള നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിയോജിപ്പൊന്നുമില്ല. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻ നിലപാടിൽ നിന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പിൻവാങ്ങിയിട്ടുണ്ടോ? പ്രതിനിധികളെ അയക്കുമെന്ന് NSS വ്യക്തമാക്കി. സംഗമ ദിവസം മാസപൂജയ്ക്കെത്തുന്ന സാധാരണ ഭക്തർക്ക് നിയന്ത്രണമുണ്ടാകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.